പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുണ്ട്, ദാൽ തഡ്ക. ചോറിന്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്ന സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്ന രുചിക്കൂട്ട് ദാൽ തഡ്ക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം. അപ്പോൾ നമുക്ക് ദാൽ തഡ്ക എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിതൊരു 3 ദാലാണ് കോമ്പിനേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ദാൽ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിലും ഇതേ റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് മസൂർ ദാൽ, പിന്നെ മൂങ് ദാൽ അഥവാ ചെറുപയറിന്റെ പരിപ്പ്, തുവർ ദാൽ. അപ്പൊ ഈ 3 ദാലും കൂടെയാണ് ഞാൻ ചേർത്ത് ചെയ്യുന്നത്. 3 പരിപ്പും കൂടെയാണ്. നന്നായിട്ട് കഴുകി ഇനി അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഈ പരിപ്പെല്ലാം കൂടെ നമ്മളൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച് ക്ലീൻ ആയിട്ടുള്ള പരിപ്പ് എടുത്ത് നമുക്കിനി അത് വേവിക്കാൻ വയ്ക്കാം. ഇരുന്ന വെള്ളത്തിൽ വേണ്ട, വേറെ വെള്ളത്തിൽ വേണം വയ്ക്കാൻ. ഈ പരിപ്പ് വേകുമ്പോഴത്തേനും നമുക്ക് തടുക്ക റെഡിയാക്കാം. ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് നമ്മുടെ എരി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി വളരെ കുറച്ച്, അതിലേക്ക് ഉപ്പിടാം, മഞ്ഞളിടാം, വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കാം. പരിപ്പ് വെന്തില്ലെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്താൽ മതി. തിക്കായിട്ട് കിട്ടണമെങ്കിൽ ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. വെള്ളം നമുക്ക് പിന്നെയും ചേർക്കാമല്ലോ. ഇത് ആദ്യം തിക്കായിട്ടൊന്ന് വേകട്ടെ. ഒരു 2.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ലൂസായിട്ടാണ് വേണമെങ്കിൽ പിന്നെയും വെള്ളം ചേർക്കാം. നമുക്ക് പരിപ്പ് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദാൽ തഡ്കയുടെ ബാക്കി ഭാഗം കൂടെ ചെയ്യും. അതിനായിട്ട് കട്ടിയുള്ള ഒരു ബേസുള്ള പാത്രം വെച്ചു. പാത്രം ചൂടാവുന്നത് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അതിൽ ചെയ്യാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ജീരകം ഇടണം. അതുപോലെ തന്നെ കറുത്ത എള്ള, അത് പൊട്ടാൻ തുടങ്ങുന്നുണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കണം ഇതിനകത്ത്. അതുപോലെ തന്നെ നന്നായിട്ട് മൂക്കുകയും വേണം. അപ്പം വെളുത്തുള്ളി നന്നായിട്ട് മൂക്കേണ്ടത് കൊണ്ട് വെളുത്തുള്ളി ഒരു പകുതി മൂത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് അങ്ങ് മൂത്തുപോകും, വെളുത്തുള്ളി മൂക്കത്തില്ല. വെളുത്തുള്ളി പകുതി മൂക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക്. ഇങ്ങനെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകണം. അപ്പം നമുക്ക് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇടാം. ഈ ഗാർലിക് നന്നായിട്ട് മൂക്കുന്നുണ്ടൊരു സ്പെഷ്യൽ ഫ്ലേവറുണ്ട്. അത് ഈ കറിക്ക് ഒരു പ്രത്യേകതയാണ്. പക്ഷെ കരിഞ്ഞു പോകരുത്. ഉള്ളി ഇനിയും നന്നായിട്ട് വഴലണം. ഉള്ളി പകുതി വഴന്ന് വരുമ്പോൾ അതിനോടൊപ്പം അല്പം ഉപ്പും കൂടെ ചേർത്താൽ ഉള്ളിയിൽ ഇപ്പം തന്നെ ഉപ്പും വെളുത്തുള്ളിയുടെ ഫ്ലേവറും എരിയും എല്ലാം പിടിക്കും. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കറി തന്നെ ആയതുകൊണ്ട് ഒരു മധുരം വരാൻ സാധ്യതയുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ മേത്തി ലീവ്സ് ആണ്, ഉണങ്ങിയ ഉലുവയിലയാണിത്. ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ. നമ്മുടെ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും വളരെ പ്രത്യേകതയുള്ളൊരു ഫ്ലേവറാണ് ഈ കറിക്ക്. ഒരല്പം മഞ്ഞളും മുളക് പൊടിയും പിന്നെ ഒരല്പം കായം. ഇതൊരു 10 to 20 സെക്കൻഡ്സ് ഒന്ന് ഇതിനകത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില, ഇതൊന്ന് വഴറ്റണം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാമെങ്കിൽ നമുക്ക് ആ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. കണ്ടോ, എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ തടുക്ക അല്ലെങ്കിൽ കടുക് ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ എണ്ണ തെളിയാൻ തുടങ്ങി കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിനകത്തേക്ക് ഒഴിക്കാം. കുറച്ചുകൂടെ വാട്ടറി ആക്കണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ഇതാണ് ദാൽ തഡ്കയുടെ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നല്ല കറിയാണ് ദാൽ തഡ്ക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.